നമസ്കാരം. അരാക്കൻ ആർമി ബംഗാൾ ഉൾക്കടലിലെ തന്ത്രപ്രധാനമായിട്ടുള്ള സെയിന്റ് മാർട്ടിൻസ് ദ്വീപ് പിടിച്ചെടുത്തയെന്നും ഇന്ത്യക്ക് കൈമാറിയെന്നുമൊക്കെ അഭ്യൂഹങ്ങൾ വരികയാണ്. സിറിയയിൽ കണ്ടതുപോലെ പെട്ടെന്ന് ഒരു ദിവസം ഇത്രമേൽ ശക്തി ആർജിക്കാനും രണ്ട് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളോട് പോരാടി 271 കിലോമീറ്റർ ദൈർഘ്യമുള്ള മ്യാൻമർ ബംഗ്ലാദേശ് അതിർത്തി പിടിച്ചെടുക്കാനും ഈ വിമത സേനയ്ക്ക് കഴിഞ്ഞതിന് പിന്നിൽ ഇന്ത്യയുടെ കൈകളുണ്ട് എന്നുള്ള ആരോപണം വളരെ കാര്യമായ രീതിയിൽ തന്നെ കേൾക്കുകയും ചെയ്യുന്നു. ആ സംശയം സജീവമാക്കുന്നതാണ് ഈയിടെ അരാക്കൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ചില നടപടികളും കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിന്റെ സൈനിക മേധാവി ജനറൽ വക്കാർ ഉസ്മാൻ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ. ബംഗ്ലാദേശിലെ ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വക്കാർ ഉസ്മാൻ പറഞ്ഞ പ്രധാന കാര്യം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും തന്നെ ചെയ്യില്ല എന്ന്. ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട അയൽ രാജ്യമാണ്. പലതരത്തിലും നമ്മൾ ഇന്ത്യയെ ആശ്രയിക്കുന്നുണ്ട്. ഇന്ത്യക്ക് നമ്മുടെ സൗകര്യങ്ങളും കിട്ടുന്നുണ്ട്. അതിനാൽ ബംഗ്ലാദേശിലെ സ്ഥിരതയിൽ ഇന്ത്യക്കും വളരെയധികം താല്പര്യമുണ്ട്. ഇത് ന്യായത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്നാണ് ഉസ്മാൻ പറഞ്ഞത്. തുല്യതയുടെ അടിസ്ഥാനത്തിലുള്ള നല്ല ബന്ധങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകണമെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ബംഗ്ലാദേശിന്റെ സഹകരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മുടെ അയൽരാജ്യത്തിന്റെ തന്ത്രപരമായ താല്പര്യങ്ങൾക്കെതിരായിട്ട് ഒന്നും തന്നെ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ തിരിച്ചുണ്ടാകണമെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. മ്യാൻമാർ അതിർത്തിയിൽ സുരക്ഷ പാലിക്കുന്ന കാര്യത്തിലെ സഹകരണം വളരെ നിർണായകമാണെന്ന് സൂചന തരാൻ കൂടി ഉസ്മാൻ മറന്നിട്ടുമില്ല. ജനാധിപത്യ രാജ്യങ്ങളിൽ പൊതുവെ സൈന്യത്തലവന്മാർ നയതന്ത്ര കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറില്ല എന്ന് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. ബംഗ്ലാദേശിന് പട്ടാള ഭരണത്തിന്റെ ഒരു ചരിത്രമുണ്ട്. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ പ്രക്ഷോഭങ്ങളിലെ പട്ടാള തലവന്റെ റോളും ചർച്ചയായിരുന്നു. ഹസീന ഇന്ത്യയിൽ അഭയം തേടാൻ തീരുമാനിച്ചത് പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ അവർ നൽകിയ ഉത്തരവ് പട്ടാളം അനുസരിക്കാത്തതിനെ തുടർന്നാണ് എന്നും പ്രധാനമന്ത്രി രാജിവെക്കുന്നതാണ് നല്ലതെന്ന ഉപദേശം നൽകിയിരുന്നു എന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ മുഹമ്മദ് യൂനസിന്റെ ഇടക്കാല ഭരണത്തിന് വക്കാർ ഉസ്മാൻ പ്രഖ്യാപിച്ചത് പൂർണ്ണ പിന്തുണയാണ്. ഇന്ത്യയിലെ ചില പ്രദേശങ്ങൾ കൂടി പിടിച്ചെടുത്ത് മഹാബംഗ്ലാദേശ് രൂപീകരിക്കുമെന്നൊക്കെ ഒരു വിഭാഗം ബംഗ്ലാദേശികൾ വീരവാദം മുഴക്കിയിട്ട് അധിക നാളുകളൊന്നുമായിട്ടില്ല. ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടിയില്ലെങ്കിൽ ഇന്ത്യ അനുഭവിക്കും എന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും ഒക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തു. ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഇന്ത്യൻ സൈന്യമല്ലെന്ന് അവിടുത്തെ വിദ്യാർത്ഥി നേതാക്കളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ചായി. നേരത്തെ ബംഗ്ലാദേശിൽ കറൻസിയിൽ നിന്ന് ഒഴിവാക്കിയ ബംഗബന്ധു മുജീബുർ റഹ്മാന്റെ രാഷ്ട്രപിതാവ് സ്ഥാനം പാഠപുസ്തകങ്ങളിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുമുണ്ട് ഈ വിദ്യാർത്ഥി നേതാക്കൾ. ഇന്ത്യക്കെതിരായ നിലപാടുകളൊക്കെ കടുപ്പിച്ചു വരുന്നതിനിടെ സൈനിക മേധാവി ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വേണ്ട വിട്ടുവീഴ്ചകളെക്കുറിച്ചും പരസ്പരം താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നും പരസ്യമായി പ്രസ്താവിച്ചതിന്റെ കാരണം എന്താണ്? ആദ്യത്തെ കാരണം വ്യക്തമാണ്. ഹസീനയ്ക്കെതിരായ കലാപം അത് CIA ISI നിർമ്മിതമായിരുന്നു എന്നൊക്കെ പരക്കെ കരുതപ്പെടുന്നുണ്ട്. എന്തായാലും അത് വിജയിച്ചപ്പോൾ വിപ്ലവകാരികൾ കരുതിയത് വൈകാതെ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നും പുതിയ സർക്കാരൊക്കെ വരുമെന്നുമാണ്. പക്ഷേ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനസ് പറയുന്നത് 2026 തിരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ്. അതായത് അതുവരെ ഞാൻ ഭരിക്കാം, നിങ്ങൾ അവിടെ മിണ്ടാതെ ഇരിക്കൂ എന്നുള്ളത് തന്നെയാണ്. രാജ്യത്താണെങ്കിൽ ന്യൂനപക്ഷ പീഡനവും അനിയന്ത്രിതമായിട്ടുള്ള വിലക്കയറ്റവും അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ ക്ഷാമവും ഒക്കെ ഉണ്ട്. സമരക്കാർ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങിയിട്ട് ആഴ്ചകളുമായി. യൂനസ് സർക്കാരിന് ഇതൊക്കെ നിയന്ത്രണരഹിതമാക്കാൻ പറ്റിയാൽ അത് അത്ഭുതമായിരിക്കുമെന്നേ പറയാൻ പറ്റൂ. അതുപോട്ടെ, ഇനി അദ്ദേഹം രാജ്യം വിട്ടോടാൻ എത്ര നാളെന്ന ചർച്ച നാട്ടുകാർ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാരണം അത് മ്യാൻമാർ അതിർത്തിയിൽ അരാക്കൻ ആർമി നടത്തിയ മുന്നേറ്റം തന്നെയാണ്. ബംഗ്ലാദേശിന്റെ 3 വശവും ഇന്ത്യയാണ്. 4ാമത്തെ അതിർത്തി തേരവാദ ബുദ്ധമതക്കാരായിട്ടുള്ള അരാക്കൻ പട്ടാളത്തിന്റെ കയ്യിലുമാണ്. 30,000 മേൽ മാത്രം വലിപ്പമുള്ള ഈ പട്ടാളത്തിന് പോർവിമാനം പോലുള്ള ആഡംബരമൊന്നും ഇല്ലെങ്കിലും മ്യാൻമാർ പട്ടാളമായ ടാറ്റ്മദോവിനെ ഓടിച്ച് രാഖൈൻ
പ്രവിശ്യ സ്വന്തമാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ബംഗ്ലാദേശ് അതിർത്തിയും കടൽ തീരവും അവരുടെ നിയന്ത്രണത്തിലും കൂടിയാണ്. അരാക്കൻ പട്ടാളത്തെ വിരട്ടാൻ പോലും പറ്റാത്തവർക്ക് ഇന്ത്യയെ നോക്കി കണ്ണുരുട്ടാൻ എങ്ങനെ കഴിയും? റോഹിംഗ്യൻ അഭയാർത്ഥി പ്രശ്നം കൊണ്ട് വലയുന്ന ബംഗ്ലാദേശിന് അരാക്കൻ പട ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് തൽക്കാലം ഉത്തരമൊന്നും നൽകാൻ വഴിയില്ല താനും. ജനറലിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നതും അതുതന്നെയാണ്. ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്താവും മുമ്പ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഒന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ്. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് മണിപ്പൂർ, മ്യാൻമാറിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങൾ, ബംഗ്ലാദേശിന്റെ ചില ഭാഗങ്ങൾ എന്നിവ ചേർത്ത് ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാൻ സഹായിക്കണമെന്നും ബംഗാൾ ഉൾക്കടലിലെ സെയിന്റ് മാർട്ടിൻസ് ദ്വീപ് നാവിക താവളം ഉണ്ടാക്കാൻ വിട്ടുകൊടുക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. താൻ അത് സമ്മതിച്ചില്ല. മിസോറാം മുഖ്യമന്ത്രി ലാൽഡു ഹോമ ചിൻകുക്കി സ്വവംശീയരുടെ സ്വതന്ത്ര രാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചത് അവരുടെ വാക്കുകളെ ഏറെക്കുറെ സാധൂകരിക്കുന്നതുമായിരുന്നു. പക്ഷേ മറ്റൊരു കാര്യം കൂടി ഹസീന ചെയ്തു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യം അമേരിക്കയുടെ ഈ പദ്ധതി കൃത്യമായി തന്നെ ഇന്ത്യക്ക് പറഞ്ഞു തരികയും ചെയ്തു. ഹസീനയ്ക്ക് പകരം വന്ന യൂനസ് പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കുന്നയാളാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരായിട്ടുള്ള റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ എന്ന പോലെ തന്നെ ഇന്ത്യ സ്വതന്ത്രമായ വിദേശ നയം കൈക്കൊണ്ടതും മാത്രമല്ല അടുത്ത സാമ്പത്തിക ശക്തിയെന്ന് ലോകബാങ്ക് പോലുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ പറഞ്ഞതും ഇന്ത്യ അമേരിക്കയുടെ നോട്ടപ്പുള്ളിയാവാൻ കാരണമാകുന്നുണ്ട്. ബംഗ്ലാദേശിലെ അട്ടിമറിക്ക് കാരണവും മറ്റൊന്നും ആവില്ല എന്ന് തന്നെയാണ് കരുതേണ്ടതും. അയൽ രാജ്യങ്ങൾ അസ്ഥിരമാകുമ്പോൾ ഡീപ് സ്റ്റേറ്റിന് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ എളുപ്പമാണ്. ചൈനയ്ക്കും ഇവിടെ നോട്ടമുണ്ട്. വൻശക്തികളുടെ ബലാബലത്തിൽ ആരാദ്യം എന്ന ചോദ്യം പ്രസക്തവുമാണ്. സെയിന്റ് മാർട്ടിൻസ് ഐലൻഡ് അല്ലെങ്കിൽ നാളികേര ജിഞ്ചിര, അതായത് നാളികേര ദ്വീപ് വളരെ ചെറുതാണ് എങ്കിൽ പോലും സമുദ്ര സുരക്ഷയുടെയും സാമ്പത്തിക സാധ്യതകളുടെയും ഒക്കെ കാര്യത്തിൽ നിർണായകമായ സ്ഥാനത്ത് തന്നെയാണ് കിടപ്പ്. ആ ദ്വീപ് അരാക്കൻ പട്ടാളത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന വാർത്തകൾ സത്യമാവാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷേ ദ്വീപ് ഇന്ത്യക്ക് കൈമാറിയെന്ന വാർത്തകൾ അത്ര കണ്ട് വിശ്വസനീയവുമല്ല. ഇനി കൈമാറിയാലും ഇന്ത്യ അത് കൈപ്പറ്റണം എന്നുമില്ല. കാരണം അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണ്. വളർച്ചയുടെ ഈ ഘട്ടത്തിൽ അന്താരാഷ്ട്ര വിലക്കുകൾക്ക് ഇരയാകാൻ ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കുകയുമില്ല. അത് നമ്മുടെ വിദേശ വ്യാപാരത്തെ അടക്കം ബാധിക്കുന്ന ഉപരോധങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്യും. പണ്ട് 1998 അടൽ ബിഹാരി വാജ്പേയി സർക്കാർ പൊക്രാനിൽ അണുപരീക്ഷണം നടത്തിയപ്പോൾ വന്ന ഉപരോധം അനായാസം തരണം ചെയ്യാൻ രാജ്യത്തിനായി. അതിന് കാരണം അന്ന് നമ്മൾ ആഗോള വ്യാപാരവുമായി അത്ര കണ്ട് ബന്ധിക്കപ്പെട്ടിരുന്നില്ല എന്നത് തന്നെയാണ്. ഇന്ന് ഫാർമസ്യൂട്ടിക്കൽ സർവീസ് മേഖലകളിലൊക്കെ ബില്യൺ കണക്കിന് ഡോളറിന്റെ വ്യാപാരമാണ് നടക്കുന്നത്. അതുകൊണ്ട് താലത്തിൽ വെച്ചു നീട്ടിയാൽ പോലും സ്വീകരിക്കും മുമ്പ് പലതവണ ആലോചിക്കേണ്ടി വരും ഇക്കാര്യങ്ങൾ ഇന്ത്യക്ക്. പക്ഷേ ദ്വീപ് അരാക്കൻ സൈന്യത്തിൽ നിന്നും പാട്ടത്തിനെടുക്കുന്നത് പോലുള്ള സാധ്യതകൾ ഇന്ത്യ ആലോചിച്ചു കൂടായികയുമില്ല. 2009 അരാക്കൻ ആർമി സ്ഥാപിതമാകുന്നത്. മ്യാൻമാറിലെ രാഖൈൻ വംശജർക്ക് കൂടുതൽ സ്വയംഭരണം എന്ന ആവശ്യം മുൻനിർത്തി പോരാടുന്ന ഈ സൈന്യത്തിന്റെ വിജയക്കുതിപ്പ് സ്വാഭാവികമാണെന്ന് കരുതുന്നവരുണ്ട്. മ്യാൻമാറിലെ കേന്ദ്ര സർക്കാർ തങ്ങളെ കാലങ്ങളായി അവഗണിക്കുകയാണെന്നാണ് അവരുടെ പരാതി. ചൈനയുടെ സഹായം ഉണ്ടായിരുന്നു ഈ സമീപകാലം വരെ. ഒരുപക്ഷെ ഇപ്പോഴും അത് തുടരുന്നുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. മ്യാൻമാറിൽ 2021 ഉണ്ടായ സൈനിക അട്ടിമറിക്ക് ശേഷമാണ് അവരുടെ പ്രവർത്തനം തന്നെ ശക്തിപ്പെട്ടത്. അവർ ഓപ്പറേഷൻ 1027 എന്ന് പേരിട്ട ആക്രമണം തുടങ്ങുന്നു. ഇതിനകം ഗണ്യമായ ഭൂരിഭാഗങ്ങൾ അവർ പിടിച്ചെടുത്തു കഴിയുകയും ചെയ്തു. ഈ വർഷം ആദ്യം അരാക്കൻ ആർമിയുടെ പ്രതിനിധികൾ ഡൽഹിയിലെത്തി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. പിന്നീട് നമ്മുടെ ഒരു രാജ്യസഭാ MP-യുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘം രാഖൈൻ പ്രവിശ്യ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ അടിസ്ഥാന സൗകര്യ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു എന്നാണ് ഔദ്യോഗിക വിവരം. എങ്കിലും അതിനപ്പുറമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ചർച്ച പുരോഗമിച്ചു എന്ന് ആരോപിക്കുന്നവരുമുണ്ട്. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗങ്ങൾക്ക് ബംഗാൾ ഉൾക്കടലിലേക്ക് വഴി തുറക്കുന്ന കലാദാൻ മൾട്ടി മോഡൽ പ്രോജക്റ്റ് രാഖൈൻ പ്രവിശ്യ വഴിയാണ്. പദ്ധതി കൊൽക്കത്തയിൽ നിന്ന് ആരംഭിച്ച് രാഖൈനിലെ സ്വിറ്റെ തുറമുഖത്തിലെത്തുന്നു. അവിടെ നിന്നും ചിൻ സംസ്ഥാനത്തെ പലേറ്റാവ നദീമുഖത്തെത്തും. അവിടെ നിന്ന് റോഡ് മാർഗം മിസോറാമിലും എത്തും. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്നതിൽ നിർണായകമാകുന്ന പദ്ധതി കുറെ കാലമായി തളർന്നു കിടക്കുകയാണ്.
മ്യാൻമാറിലെ ആഭ്യന്തര യുദ്ധം തന്നെയായിരുന്നു പ്രധാന പ്രശ്നം. സ്വിറ്റെ തുറമുഖവും പലേറ്റാവ നദിയും തുറമുഖവും നിർമ്മിച്ചിട്ടും കലാദാൻ നദിക്ക് ആഴം കൂട്ടിയിട്ടും നടക്കാതിരുന്ന പദ്ധതിക്ക് ജീവൻ വെച്ചത് അരാക്കൻ പട ചിൻ സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗവും അധീനതയിലാക്കിയതോടെയാണ്. വൈകാതെ മിസോറാമിലേക്കുള്ള റോഡ് പണിയും പുനരാരംഭിക്കും. കലാദാൻ പദ്ധതി മുടക്കണമെന്ന മ്യാൻമാർ സൈനിക ഭരണകൂടത്തിനും നിർബന്ധമൊന്നുമില്ല. അരാക്കൻ പടയാണെങ്കിൽ സ്വിറ്റെ തുറമുഖം ഇന്ത്യ കൈവശം വയ്ക്കുന്നതിൽ സന്തോഷമേയുള്ളൂ എന്ന് വ്യക്തമാക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. മ്യാൻമാറിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ ഇന്ത്യക്കെതിരായ പ്രവർത്തനങ്ങൾ ചെറുക്കുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഗുണഫലങ്ങൾ ഇപ്പോൾ തന്നെ ദൃശ്യവുമാണ്. ചിൻ സംസ്ഥാനത്ത് നിന്ന് മണിപ്പൂരിലേക്കുള്ള കുക്കികളുടെ തള്ളിക്കയറ്റത്തിൽ കുറവുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട് സൈനിക വിദഗ്ധർ. അരാക്കന്റെ പ്രവൃത്തികളും ഇന്ത്യയുടെ താൽപ്പര്യങ്ങളും തമ്മിൽ വേണ്ടതിലധികമുള്ള പൊരുത്തമാണ്. അതാകാം ഒരുപക്ഷെ വ്യാഖ്യാനിക്കാനൊക്കെ നിരീക്ഷകരെ പ്രേരിപ്പിക്കുന്ന ഘടകവും. നന്ദി.